എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 14-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഗരുഡോപരികാളമേഘകമ്രം വിലസൽ കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ധമായ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഗരുഡോപരി കാളമേഘകമ്രം. ഗരുഡൻ്റെ പുറത്ത് കയറി നീലമേഘം പോലെ അല്ലെങ്കിൽ മഴക്കാറു പോലെ. വിലസൽ കേളി സരോജ പാണിപത്മം. മനോഹരവും കളിത്താമരപ്പൂ കയ്യിലേന്തി ഇരിക്കുന്നതുമായ. ഹസിതോല്ലസിതാനനം. പുഞ്ചിരിപ്രഭ പരന്നു ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതുമായ. വിഭോത്വം. ഹേ സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ്. വപു. ഭഗവാന്റെ ശരീരം. ആവിഷ്കുരുഷേ സ്മ കർദ്ധമായ. കർദ്ധമന് പ്രത്യക്ഷമായി. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? സർവവ്യാപിയായ ഭഗവാനെ, നീലമേഘം പോലെ സുന്ദരവും പ്രശോഭിക്കുന്ന താമരപ്പൂ പോലെ അഴകേറിയ കയ്യിൽ പത്മം ധരിച്ചതും മൃദുസ്മേരം പൊഴിക്കുന്ന മുഖത്തോടു കൂടിയതുമായ സ്വശരീരത്തോടെ അങ്ങ് വാഹനമായ ഗരുഡൻ്റെ പുറത്ത് കർദ്ധമന് പ്രത്യക്ഷമാകുകയുണ്ടായി. ഇവിടെ കർദമ പ്രജാപതി ഏതു രൂപത്തിലാണോ ഭഗവാനെ ധ്യാനിച്ചത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചത്, ആ രൂപമാണ് പ്രത്യക്ഷമായത്. ഈ വർണ്ണനയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം ഏത് രൂപത്തിലാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആ ഇഷ്ടമനുസരിച്ചായിരിക്കും ഭഗവാന്റെ ദർശനം നമുക്കെല്ലാം ഉണ്ടാവുക. വേണുഗോപാല സ്വരൂപത്തോടെയാണ് നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനെ ധ്യാനിച്ചത്. അതുകൊണ്ടാണ് വേണുഗോപാല രൂപത്തിൽ ഭഗവാനെ കണ്ടത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ. കുറൂരമ്മ ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണ എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഉണ്ണിക്കണ്ണനായി കുറൂരമ്മയുടെ ഇല്ലത്ത് ഭഗവാൻ ചെന്നു. ഇങ്ങനെ ഓരോ ഭക്തന്മാരും ഏതു രൂപത്തിലാണോ ശ്രീഹരിയെ ധ്യാനിക്കുന്നത്, കാണാൻ ആഗ്രഹിക്കുന്നത്, അതേ രൂപത്തിൽ ഭഗവാൻ നമുക്ക് ദർശനം തരും എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ.